GPS ഉപയോഗിച്ചുള്ള ലഹരി കടത്ത് കേസിൽ പ്രതികൾ പിടിയിൽ. മലപ്പുറം സ്വദേശികളായ സാലിഹ് എം അബ്ദുൾ ഖാദർ എന്നിവരെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന ടൂറിസ്റ്റ് ബസ്സിൽ കാർഡ്ബോർഡ് പെട്ടിയിലായിരുന്നു 200 ഗ്രാം MDMAയും 2 കിലോ കഞ്ചാവും കടത്തിയത്. ഈ കാർഡ്ബോർഡ് പെട്ടി GPS ട്രാക്കർ ഉപയോഗിച്ച് പ്രതികൾ നിരീക്ഷിച്ചിരുന്നു. അനൂപ് ചേരുന്നു വിശദാംശങ്ങളുമായി. അനൂപ്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? മാനന്തവാടി എക്സൈസ് സംഘം ഇന്നലെ പുലർച്ചെയാണ് ലക്ഷറി ബസ്സിൽ നിന്ന് 2 കിലോഗ്രാം കഞ്ചാവും 200 ഗ്രാം MDMAയും കണ്ടെത്തിയത്. ഇതിൽ ഇന്നലെ തന്നെ ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടാൻ പോലീസിനായി. തിരൂർ സ്വദേശികളായ സ്വാലിഹ് അതോടൊപ്പം അബ്ദുൾ ഖാദർ എന്നിവരെയാണ് പോലീസുമായി ബന്ധപ്പെട്ട് പിടികൂടിയിരിക്കുന്നത്. ഇന്നലെ മാനന്തവാടി, തിരൂർ എന്നീ എക്സൈസ് ടീമുകൾ ചേർന്നാണ് രാത്രി 2 മണിയോടുകൂടി ഇവരെ അറസ്റ്റ് ചെയ്തത്. അതിൽ ഒന്നാം പ്രതി, അതായത് സ്വാലിഹ്, ബാംഗ്ലൂരിൽ നിന്ന് അബ്ദുൾ ഖാദറിന്റെ പേരിൽ ലഹരി വസ്തുക്കൾ ലക്ഷറി ബസ്സിൽ പാഴ്സൽ മാർഗം തിരൂരിലേക്ക് അയക്കുകയായിരുന്നു. തുടർന്ന് ഈ സ്വാലിഹ് മറ്റൊരു ബസ്സിൽ തിരൂരിലെത്തി ഈ അബ്ദുൾ ഖാദറിനോട് പാഴ്സൽ കൈപ്പറ്റാൻ ആവശ്യപ്പെട്ടു. രാത്രി വൈകി വീട്ടിലെത്തിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ പ്രതികളുടെ നീക്കങ്ങൾ വ്യക്തമായി എക്സൈസ് സംഘം മനസ്സിലാക്കി പിന്നീട് തിരൂരിലെത്തുകയും തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അജയൻ കെയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ പിടികൂടുകയുമായിരുന്നു. സാഹസികമായാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളിൽ നിന്ന് ഈ ലഹരി കൈമാറ്റത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വിവിധ ഫോണുകൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ, മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലെ വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കാനാണ് ഈ മയക്കുമരുന്നുകൾ എത്തിച്ചത് എന്നാണ് ഇവർ പോലീസ് നൽകിയ മൊഴി. ഏതായാലും 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇവരെ തിരൂരിൽ നിന്ന് മാനന്തവാടി എത്തിച്ച ശേഷം മാനന്തവാടി JFCM കോടതിയിൽ ഹാജരാക്കാനാണ് എക്സൈസ് സംഘത്തിന്റെ തീരുമാനം. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ GPS സംവിധാനം ഉപയോഗിച്ചുള്ള മയക്കുമരുന്ന് കടത്താണ് ഇതെന്നുള്ളതാണ്. ഈ മയക്കുമരുന്ന് എവിടെ എത്തി, ഏതെല്ലാം GPS ഉപയോഗിച്ചുള്ള മയക്കുമരുന്ന് കടത്തിയ 2 പേരെ എക്സൈസ് പിടികൂടിയിരിക്കുന്നു. അനൂപാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.